നൂറുകണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളെ മതം മാറ്റിയ സത്യസരണി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാം മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചനകൾ. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ്. സത്യസരണിയുടെ പ്രവർത്തനത്തിന് ഉദാരമായി സംഭാവന ചെയ്യുക എന്ന തരത്തിലാണത്രേ പ്രചാരണം. ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. സത്യസരണി മുൻപ് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങളും വിശദീകരണവും ഇതിലുണ്ടത്രേ. നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു ഒരിക്കൽ സത്യസരണി. PFI ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. PFIയുടെ നിരോധന സമയത്ത് സത്യസരണിക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല. പിന്നാലെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏജൻസികളുടെ റഡാറിലായിരുന്നു. ആരംഭിച്ച കാലം തൊട്ടേ സത്യസരണിയുടെ പ്രവർത്തനം ദുരൂഹമായിരുന്നു. നൂറുകണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളാണ് സത്യസരണിയിൽ വെച്ച് മതം മാറിയത്. ഇവിടെ നിന്നും മതം മാറ്റത്തിന് വിധേയരായവർ IS അടക്കമുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് പോയതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. പോലീസിന് പോലും പ്രവേശനം നിഷിദ്ധമായ ഇടമായ സത്യസരണിയുടെ പല രഹസ്യങ്ങളും പുറത്തുവിട്ടത് അവിടെ നിന്നും രക്ഷപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അഖിലയെ ഹാദിയാക്കിയ നിമിഷയെ ISൽ എത്തിച്ച സത്യസരണി മലബാറിലെ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കാവലിൽ സത്യസരണിയിൽ മുസ്ലിമായി തട്ടമിട്ടത് നിരവധി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ. പോലീസിന് പോലും പ്രവേശനം നിഷിദ്ധമായിരുന്ന ഇവിടത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് അവിടെ കുടുങ്ങിപ്പോയി പിന്നീട് രക്ഷപ്പെട്ട ഇരകളായ പെൺകുട്ടികൾ വഴിയാണ്. മലപ്പുറം മഞ്ചേരിയിൽ മതമൗലികവാദ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സത്യസരണിക്കെതിരെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 2016 തിരുവനന്തപുരത്തുള്ള കരസേനാ ഉദ്യോഗസ്ഥന്റെ 21 വയസ്സുള്ള മകളെ സത്യസരണിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ആഗോള ഭീകര സംഘടനയായ ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട നിമിഷയെ മതം മാറ്റിയത് സത്യസരണിയിലാണ്. ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ട ഒറ്റപ്പാലം സ്വദേശിനി ആതിര ഹൈക്കോടതിയിൽ മൊഴി നൽകിയത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ സത്യസരണിയിൽ വെച്ച് മതപരിവർത്തനത്തിന് ഇരയാക്കിയ ശേഷം ഭീകര സംഘടനയായ ISലേക്ക് റിക്രൂട്ട് ചെയ്യും എന്നാണ്. അന്ന് ADGP ആയിരുന്ന B സന്ധ്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് സത്യസരണിയിൽ പോലീസ് റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റിയതിന്റെ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. തിരച്ചിലിൽ കണ്ണൂരിലെ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട BAMS വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. സിംഗപ്പൂരിലും അറബ് നാടുകളിലുമായി പോപ്പുലർ ഫ്രണ്ടിന് 13,000 സജീവ അംഗങ്ങളുണ്ട് എന്നും മഞ്ചേരിയിലുള്ള PFIയുടെ സത്യസരണി കേന്ദ്രം ഇസ്ലാമിക മതപരിവർത്തനത്തിലുള്ള ഇടമാണ് എന്നും EDയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. വിവിധ ബാങ്കിംഗ് ചാനലുകൾ വഴിയും ഹവാല, സംഭാവന എന്നീ രൂപങ്ങളിലും ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമായി PFIയിലേക്ക് പണം ഒഴുകുന്നുണ്ട്. ഈ പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാനാണ് ഉപയോഗിക്കുന്നത് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 29 ബാങ്ക് അക്കൗണ്ടുകളിലായാണ് PFIയുടെ അനധികൃത പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും ED കണ്ടെത്തി. ഇവ കേരള, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, അസം, ജമ്മു കാശ്മീർ, മണിപ്പൂർ എന്നിവിടങ്ങളിലാണുള്ളത്. ഗൾഫ് നാടുകളായ കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലും സിംഗപ്പൂരുമായി 13,000-ഓളം സജീവ PFI അംഗങ്ങളുണ്ട് എന്നും ED വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന മുസ്ലിം പ്രവാസികൾക്കിടയിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ PFIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ടാർഗറ്റ് വെച്ചാണ് ഓരോ PFI പ്രവർത്തകരും പ്രവർത്തിക്കുന്നത്. പണം ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയുമാണ് ഇന്ത്യയിലെ PFI കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത് എന്നും ED കണ്ടെത്തിയിരുന്നു. സത്യസരണിയിൽ മതമാറ്റത്തിന് വിധേയയായ യുവതി ക്രൂര ബലാത്സംഗത്തിന് ഇരയായതായും കുടൽപ്പണം കടത്താൻ തന്നെ നിർബന്ധിക്കുന്നതായും പോലീസിൽ യുവതി അറിയിച്ചിരുന്നു. വൈക്കം സ്വദേശിനി അഖിലെ ലവ് ജിഹാദിലൂടെ മതം മാറ്റി ഹാദിയാക്കിയ സംഭവത്തിൽ സത്യസരണിയുടെ പങ്ക് നിർണായകമായിരുന്നു എന്നാണ് പിതാവ് അശോകൻ പോലീസിന് മൊഴി നൽകിയത്. അഖില കേസ് നടത്തിപ്പിന് പോപ്പുലർ ഫ്രണ്ട് ചിലവാക്കിയത് 1 കോടിയോളം രൂപയായിരുന്നു. ഇത് സംബന്ധിച്ച കണക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതി തന്നെയാണ് പുറത്തുവിടുന്നത്. സുപ്രീം കോടതി വിധി വന്ന ശേഷം അഖിലയും ഷെഫിൻ ജഹാനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കണ്ടിരുന്നു. അഖില കേസ് നടത്തിപ്പിനായി പോപ്പുലർ ഫ്രണ്ടിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ധനസഹായം ലഭിച്ചിരുന്നതായും സൂചനയുണ്ട്. മതമാറ്റ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അധീനതയിലുള്ള മഞ്ചേരിയിലെ സത്യസരണിയായിരുന്നു. സത്യസരണിക്കെതിരെ കാലയളവിൽ നിരവധി അന്വേഷണങ്ങളും ഉണ്ടായി. NIA ആയിരുന്നു സത്യസരണിയുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിച്ചത്. മതം മാറ്റിയ ശേഷം സർട്ടിഫിക്കറ്റ് നൽകാൻ സത്യസരണിക്ക് അനുമതിയില്ലെന്നതാണ് വസ്തുത. ഇവിടെ എത്തുന്നവർക്ക് അംഗീകൃത മതപരിവർത്തന കേന്ദ്രമായ കോഴിക്കോട് മുഖദാർ തർബിയത്തുൽ ഇസ്ലാം സഭയുടെ സർട്ടിഫിക്കറ്റുകളാണ് നൽകിയിരുന്നത്. ചട്ടങ്ങൾ പാലിക്കാതെ ദുരൂഹമായ മതം മാറ്റലിന് വരെ തർബിയത്തുൽ ഇസ്ലാം സഭയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.